രണ്ട് ഇമ്പോർട്ടൻറ്റ് വിഷയങ്ങളാണ്. ഒരു ഡച്ച് കമ്പനിയെ US ട്രഷറി സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. അതെന്തിനാണ് സാങ്ഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗത്തിൽ പറയാം. ആദ്യമായിട്ട് US-ന്റെ ഒരു നിലപാട്, അത് അപ്കമിങ് ഗവൺമെൻറ്, അതായത് അപ്കമിങ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ നിലപാട്. ആ നിലപാടിൽ ഒരു 4 പേരെ കുറിച്ച് മെയിനായിട്ട് പറഞ്ഞേ പറ്റൂ. ഇതിൽ 4 പേരെയാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ അമേരിക്കയുടെ അപ്കമിങ് സ്റ്റേറ്റ് സെക്രട്ടറി മാക്രോ റൂബിയോ, US-ന്റെ ഡിഫൻസ് സെക്രട്ടറി പീറ്റെ ഹെഗ്സേത്ത് എന്നാണ്. പീറ്റെ ഹെഗ്സേത്ത് പുള്ളി ഒരു ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആണ്. പുള്ളിക്കും അതേ പ്രോ ഇസ്രയേലി നിലപാടാണ്. എലീസെ സ്റ്റെഫാനിക്, അമേരിക്കയിൽ നിന്നും വരുന്ന UN അംബാസഡറാണ് ഈ ഒരു എലീസെ സ്റ്റെഫാനിക്. ഇവർക്കും പ്രോ ഇസ്രയേലി നിലപാടാണ്. ഈ പേര് നിങ്ങൾ എപ്പോഴും കേട്ടിട്ടുണ്ടാവും, മൈക്ക് ഹക്കബെ ഒരു ജൂ ആണ്. പുള്ളി ഇസ്രയേലിന്റെ അംബാസഡറാണ്, അത് US ഇസ്രയേൽ അംബാസഡർ. US-ൽ നിന്നും വരുന്ന ഇസ്രയേലിന് വേണ്ടി വരുന്ന US ഇസ്രയേൽ അംബാസഡർ, US-ന്റെ നാഷണാലിറ്റിയുള്ള US അംബാസഡർ ഇൻ ഇസ്രയേൽ, അതാണ് പുള്ളിയുടെ ഒരു ഡെസിഗ്നേഷൻ. ഇവരെല്ലാം വരാൻ പോകുന്നത്, അതായത് ഇനി ഒരു 40-50 ദിവസത്തിൽ വന്ന് ചാർജ് എടുക്കാൻ പോകുന്ന ആൾക്കാരുടെ നിലപാടാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഇവരുടെ വ്യക്തമായ നിലപാടുകൾ. മൈക്ക് ഹക്കബെയുടെ സ്റ്റേറ്റ്മെന്റുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിരീക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് ചേർക്കുക എന്നുള്ളതിൽ നിലപാട് വളരെ ശക്തമായി പറയുന്ന ആളുള്ള ഒരു വ്യക്തിയാണ് മൈക്ക് ഹക്കബെയുടെ ഓൾറെഡി തന്നെ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ തന്നെ നമ്മളുടെ പ്രീവിയസ് വീഡിയോയിൽ, അതായത് സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ ഒരു ലിങ്ക് വെച്ചിട്ടുണ്ട്. ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ ആദ്യമേ സംസാരിക്കുന്ന വ്യക്തിയാണ് ഈ മൈക്ക് ഹക്കബെ. ആ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ഇവിടെ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾ പോയി നോക്കിയാൽ മതി. പുള്ളി പറയുന്ന സ്റ്റേറ്റ്മെന്റ് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ജുദയ സമേരിയ മാത്രമല്ല, മൊത്തത്തിലുള്ള വെസ്റ്റ് ബാങ്ക് മൊത്തം ഇസ്രായേലിന് അവകാശപ്പെട്ടതാണ് എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. നെതന്യാഹുവിനേക്കാളും കുറച്ചുകൂടെ കർശനമായ നിലപാട് വെസ്റ്റ് ബാങ്കിനെ ഇസ്രായേലിനോട് ചേർക്കണം എന്നുള്ളതിൽ വളരെ തീവ്രമായ നിലപാടിൽ നിൽക്കുന്ന ആളാണ് മൈക്ക് ഹക്കബെ. ഓരിഡ് സ്ട്രൂക്ക്, ഈ ലേഡിയുടെ പേര് ഓരിഡ് സ്ട്രൂക്ക് ആണ്. ഇസ്രായേലി സെറ്റിൽമെന്റ് മിനിസ്റ്റർ ആണ്. ഇസ്രായേലിലെ സെറ്റിൽമെന്റ് മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഈ ജൂയിഷ് സെറ്റിൽമെന്റിലെ മിനിസ്റ്റർ എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡെഡിക്കേറ്റീവ് ആയിട്ടുള്ള ഒരു മിനിസ്റ്ററാണ്. അതായത് ഈ പല അറബ് റീജിയനിലും ഇസ്രായേലി സെറ്റിൽമെന്റ് ഉണ്ട്. ആ സെറ്റിൽമെന്റുകളെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പിന്റെ ചുമതല ഇവർക്കാണ്. വെസ്റ്റ് ബാങ്കിൽ അറബ് മുസ്ലിംസും ജൂസും കൂടെ ഒരുമിച്ച് ഇടകലർന്നാണ് താമസിക്കുന്നത്. അവിടെ ഇവരുടേതായിട്ടുള്ള സെറ്റിൽമെന്റ് ഏരിയകളുണ്ട്. ഏരിയ C, ഏരിയ B, ഏരിയ A എന്നൊക്കെ പറഞ്ഞ് സെക്ഷനായിട്ട് ഈ തിരിച്ചു വെച്ചിട്ടുണ്ട് സെറ്റിൽമെന്റുകൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഇസ്രായേലിലും വെസ്റ്റ് ബാങ്കിലൊക്കെ സന്ദർശിച്ച ആൾക്കാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏരിയ Cക്ക് പോകാൻ അവിടെ ഇപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾ അറബ് ലാൻഡിലൂടെ ആയിരിക്കും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ എല്ലാം അറബ് കമ്മ്യൂണിറ്റി ആയിരിക്കും ഉള്ളത്. പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഗേറ്റ് വരും. ആ ഗേറ്റിലെ സെക്യൂരിറ്റി വളരെ സർവൈലൻസും സെക്യൂരിറ്റിയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ആ ഗേറ്റിന്റെ അടുത്ത് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് അതിന്റെ അപ്പുറത്തിരിക്കുന്നത് ജൂയിഷ് സെറ്റിൽമെന്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ അവിടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ആ സെറ്റിൽമെന്റിന്റെ ഉള്ളിലോട്ട് കടത്തി വിടുള്ളൂ. ആ രീതിയിലാണ് അവിടെ ഈ വെസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തൊക്കെ സെറ്റിൽമെന്റുകൾ ഉള്ളത്. മീൻസ് അറബ് കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലുള്ള ഇസ്രായേൽ സെറ്റിൽമെന്റ്സ് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ട്രംപ് വന്നതിന് ശേഷം ഇസ്രായേൽ വളരെ സൗണ്ട് ആയിട്ടുള്ള ഒരു എനർജിയോട് കൂടിയാണ് പ്രതികരിക്കുന്നത്. ഈ ഓറിഡ് സ്ട്രൂക്ക്, ഈ ഒരു സെറ്റിൽമെന്റ് മിനിസ്റ്റർ, അവർ പറയുന്നത് ജുദയ സമാരിയ മാത്രമല്ല മൊത്തം വെസ്റ്റ് ബാങ്കും ഇസ്രായേലിന് അവകാശപ്പെട്ടതാണെന്നാണ് അവർ പറയുന്നത്. അതായത് ഈ വെസ്റ്റ് ബാങ്ക് കൂട്ടിച്ചേർക്കുമ്പോൾ പാലസ്തീനിയനായിട്ടുള്ള ആൾക്കാർക്ക് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണ്ട എന്നാണ് പുള്ളിക്കാരുടെ നിലപാട്. മാക്സിമം എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റുമോ അത്ര ഏരിയ കവർ ചെയ്ത് ഇസ്രായേലിനോട് ചേർക്കുക. വളരെ വ്യക്തമാണ് നിലപാട്, വളരെ ശക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ ശക്തമായി പിന്താങ്ങുന്നതാണ് ഈ മൈക്ക് ഹക്കബെയുടെ നിലപാടുകൾ. മൈക്ക് ഹക്കബെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്ക് അനക്സേഷനെ വളരെ ശക്തമായി പിന്താങ്ങുന്നു. ഇതുപോലെ സ്ട്രോങ് ആയിട്ട് ഇസ്രായേലിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രസിഡന്റ് US-ന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ട്രംപിനെ പൊക്കി പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിനെ ആരും ഒക്കുപ്പയിങ് പാലസ്തീൻ എന്ന് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് പുള്ളി പറയുന്നത്. ഇസ്രായേൽ ഇസ് നോട്ട് എൻ ഒക്കുപ്പയിങ് പാലസ്തീൻ, ഇസ്രായേൽ ഇസ് എ പ്രോമിസ്ഡ് ലാൻഡ് എന്നാണ് പറയുന്നത്. പിന്നെ അറബുകളായിട്ടുള്ള ആൾക്കാർ ഞങ്ങളുടെ നെയ്ബർഹുഡ് എന്നാണ് പുള്ളി കൂടെ പറഞ്ഞു വെക്കുന്നത്. പുള്ളി ഒരിക്കലും ഒരു പാലസ്തീൻ എന്നുള്ള ഒരു പേരെ ഉപയോഗിക്കേണ്ട എന്നാണ് പുള്ളിയുടെ താല്പര്യം. പാലസ്തീൻ, നോ മോർ പാലസ്തീൻ, ഓൺലി അറബ്സ്, അങ്ങനെയാണ് പുള്ളി പറയുന്നത്. അവിടെ പാലസ്തീൻ ഒരിക്കലും ഉണ്ടായിട്ടേ ഇല്ല. ഞങ്ങളുടെ നെയ്ബർഹുഡ് ആയിട്ടുള്ള അറബ്സ്, മുസ്ലിംസ്, അറബ്സ്, ക്രിസ്ത്യൻസ്, ഇങ്ങനത്തെ ആൾക്കാരാണ് ഞങ്ങളുടെ കൂടെ ജീവിച്ചിരുന്നത്. അല്ലാണ്ട് ഇവിടെ പാലസ്തീനിയൻ എന്ന് പറഞ്ഞൊരു ഒരു ടെർമിനോളജിയേ ഇല്ല എന്നാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത്. ഈ എലീസ സ്റ്റെഫാനിക്, US-ന്റെ UN അംബാസഡർ ആണ്. പുള്ളിക്കാരത്തി പറയുന്നത് പറഞ്ഞാൽ, എലീസ പറയുന്നത് ഇസ്രായേലിന് അൺകണ്ടീഷണൽ ആയിട്ടുള്ള വെപ്പൺ സപ്ലൈ ചെയ്യണം എന്നാണ് പറയുന്നത്. മിലിറ്ററി എയ്ഡ്, വെപ്പൺ സപ്ലൈ, ഇത് രണ്ടും US-ന് തടയാൻ പാടില്ല, അൺകണ്ടീഷണൽ ആയിട്ട് കൊടുക്കണം എന്നാണ് പുള്ളിക്കാരത്തിയുടെ നിലപാട്. ഏത് വിധേനയും ഇസ്രായേലിനെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് പുള്ളിക്കാരത്തിന്റെ നിലപാടായിട്ട് അറിയിക്കുന്നത്. പുള്ളിക്കാരത്തിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ലിറ്ററലി US-ന്റെ നിലപാടാണ്. അതാണ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞു വെക്കുന്നത്. അത് UN-ലാണ് പറയുന്നത്. UN എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അത് ഗ്ലോബൽ ഫോറമാണ്, അവിടെയാണ് ഇത് പറയുന്നത്. അമേരിക്കയുടെ മാറി വരുന്ന ഒരു പൊളിറ്റിക്സിന്റെ ചേഞ്ച് നല്ല രീതിയിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും ഹൈലൈറ്റ് റൂബിയോ, നമുക്കറിയാമല്ലോ, അയാളാണ് അപ്കമിങ് US-ന്റെ സ്റ്റേറ്റ് സെക്രട്ടറി.
പുള്ളി ഇനിയിപ്പോൾ ആന്റണി ബ്ലിങ്കനെ പോലെ ഓടി നടക്കേണ്ട ആളാണ്. ഇനി ഒരു മാസം കഴിഞ്ഞാൽ ഇസ്രായേൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെ സന്ദർശിച്ച് ഈ ഒരു പീസ് ടോക്കൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഒരാളാണ്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പുള്ളി പ്രോ ഇസ്രായേലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ നെഗോഷിയേറ്റ് ചെയ്ത് ഇസ്രായേലിനെ താഴ്ത്തിക്കൊണ്ടുള്ള ഒരു നിലപാടിന് ഒരിക്കലും പുള്ളി സമ്മതിക്കത്തില്ല എന്നുള്ളതാണ് പുള്ളിയുടെ നിലപാട്. ഇത് വളരെ വ്യക്തമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് നൽകുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ അപ്കമിങ് ഗവൺമെന്റിന്റെ നിലപാട്. ഇനി വേറെ ഒരുപാട് ആൾക്കാരൊക്കെ സപ്പോർട്ടിങ്ങിലും ഇതിലൊക്കെ ഉണ്ട്. പക്ഷേ ഈ 4 പേരാണ് വളരെ വ്യക്തം. ഈ 4 പേരാണ് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡിസിഷൻ മേക്കേഴ്സ്. ട്രംപിന്റെ അഡ്മിനിസ്ട്രേഷനിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിസിഷൻസ് ഉരുത്തിരിഞ്ഞു വരാൻ, പ്രത്യേകിച്ച് ഇസ്രായേൽ, ആ ലാൻഡ് ഓഫ് ഇസ്രായേലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള 4 വ്യക്തികളാണ് ഈ 4 വ്യക്തികൾ. അത് ആ 4 പേരുടെ പേരാണ്, അവരുടെ നിലപാടുമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇതിലുപരിയായിട്ട് ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇറാന്റെ മേളിൽ വരുന്ന സാങ്ഷൻസ്. ഇന്നലെ രാത്രി ഒരു ഹോട്ട് ന്യൂസ് വന്നിട്ടുണ്ട്. ആ ഹോട്ട് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു നെതർലാൻഡ് ഡച്ച് കമ്പനി, ആ കമ്പനിയെ യുഎസിന്റെ ട്രഷറി എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ ഇൻകം ടാക്സും റിസർവ് ബാങ്കും കൂടെ മെർജ് ചെയ്ത ഒരു ഓഫീസ്, അങ്ങനെ വിചാരിച്ചാൽ മതി. ആ രണ്ടും കൂടെ, റിസർവ് ബാങ്കും ഇൻകം ടാക്സും കൂടെ ചേർന്നുള്ള ഒരു ഓഫീസ് യുഎസിൽ ഇതേ പ്രവൃത്തി ചെയ്യുന്ന സ്ഥാപനമാണ് ട്രഷറി. ആ ട്രഷറി ഈ ഒരു കമ്പനിയെ ബാൻ ചെയ്തിരിക്കുകയാണ്, ഈ ഒരു നെതർലാൻഡ് കമ്പനി. ആ നെതർലാൻഡ് കമ്പനി ഒരു ലോ ഫാം ആണ്, ഒരു ലീഗൽ, അതായത് ഒരു നിയമ ഉപദേശം നൽകുന്ന ഒരു കമ്പനിയാണ് ലോ ഫാം. ഇന്റർനാഷണൽ ലോ ഫാം തഹേരി, ഇതാണ് കമ്പനിയുടെ പേര്. പിന്നെ ഷോർട്ട് ഫോം ആയിട്ട് ILFT എന്നാണ് വിളിക്കുന്നത്. ഈ ILFT എന്ന് പറഞ്ഞ കമ്പനിയെ ആണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഈ ILFT എന്ന് പറഞ്ഞ കമ്പനിയെ ബാൻ ചെയ്തത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കമ്പനി ഏതാണ്ട് 60ഓളം ടാങ്കർ ഷിപ്പുകൾ ഇവരുടെ പേരിലുണ്ട് എന്നുള്ളതാണ്. ഇതിൽ പലതും ഇവരുടെ സബ്സിഡൈസ് കമ്പനികൾ ത്രൂ, പിന്നെ ഓഫ് ഷോറിൽ, അതായത് ഇല്ലീഗലായിട്ടുള്ള പ്രവർത്തിക്കുന്ന ചില കമ്പനികളുടെ കീഴിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ ഇതുവഴിയാണ്, ഈ ഒരു ടാങ്കർ വെച്ചിട്ടാണ് ഇവർ ഇറാന്റെ ഓയിൽ സ്മഗിൾ ചെയ്യുന്നത്. ഇറാന്റെ ഓയിൽ കടത്താൻ വേണ്ടിയിട്ട് സഹായിച്ച ഏറ്റവും വലിയൊരു കമ്പനിയാണ് ILFT എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി. ഈ ILFTയുടെ ഓണർ എന്ന് പറഞ്ഞാൽ മസൂദ് തഹീരി എന്ന് പറഞ്ഞാൽ, ഈ മസൂദ് തഹീരി ഒരു ഇറാനിയാണ്. ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ആർക്കും നാഷണാലിറ്റി കൊടുക്കും. അതാണ് അവരുടെ പ്രശ്നം. ഒരു 4-5 വർഷം താമസിച്ചു കഴിഞ്ഞാൽ അവിടെ അവരുടെ കോൺടാക്ട്, ഗുഡ് കോൺടാക്ട് ഇതെല്ലാം നോക്കിയിട്ട് പോലീസ് റിപ്പോർട്ടൊക്കെ എടുത്തിട്ട് അവർക്ക് നാഷണാലിറ്റി കൊടുക്കും. പക്ഷേ ഇവർ 5 വർഷം ഇവിടെ തലച്ചോറിൽ ഇവർ സ്ലീപ്പർ സെല്ലായിട്ടാണ് ഇവർ പോയി താമസിക്കുന്നത്. ഈ സ്ലീപ്പർ സെല്ലിന്റെ മൈൻഡിലുണ്ടാകുന്നത് എന്താണ്? അവർക്കൊരു അച്ചീവ്മെന്റ് ഉണ്ട്, അവർക്കൊരു ഗോൾ ഉണ്ട്. ആ ഗോൾ ഇവർ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഇവർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇങ്ങനെ നാഷണാലിറ്റി മേടിക്കുന്നത്. ഇതുപോലെ ഇറാഖിന്റെ ഭാഗത്തു നിന്നും ഈ ISന്റെ അറബ് വസന്തത്തിന്റെ സമയത്തൊക്കെ കയറിപ്പോയ കുറേ പിന്നെ ഇതുപോലത്തെ സ്ലീപ്പർ സെല്ലുകളായിട്ടുള്ള ആൾക്കാർ യൂറോപ്പ് മൊത്തം വ്യാപിച്ച് കിടക്കുകയാണ്. എവിടെയൊക്കെ എന്തൊക്കെ രീതിയിൽ പൊട്ടിത്തെറിക്കുന്നുള്ളത് ഒരു നിശ്ചയമില്ലാത്ത കാര്യമാണ്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. അതിന്റെ ഓരോ തെളിവുകളാണ് ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിലായിട്ട് പുറത്തു വരുന്നത്. യൂറോപ്പിൽ നടക്കുന്ന എന്താണെന്ന് നമുക്ക് പറയാതെ തന്നെ അറിയാം. അവിടെ പത്രം തുറന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു അറബും പോലീസും, ഈ ഒരു അറബികളും യൂറോപ്യൻ പോലീസും തമ്മിലുള്ള നിരന്തരമായിട്ടുള്ള വഴക്കുകളും ഫൈറ്റിങ്ങും ഡിഫെൻഡിങ്ങും ഇതൊക്കെ കാണാൻ കഴിയും. ഇത് തന്നെയാണ് നടക്കുന്നത്. മസൂദ് തഹേരി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തിയാണ് ഈ ഒരു കമ്പനിയുടെ ഓണർ. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവര് ഈ സുറിനാം ബേസ് ചെയ്ത് ഇല്ലീഗലായിട്ട് ഓഫ് ഷോർ കമ്പനി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ഓഫ് ഷോർ കമ്പനി എന്ന് പറയുമ്പോൾ അറിയാലോ, ഓഫ് ഷോർ കമ്പനി എന്ന് പറഞ്ഞാൽ ഷെൽ കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ താഴെ പല കമ്പനികളുണ്ടാവും. അതെല്ലാം കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ഈ ഓഫ് ഷോർ കമ്പനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കാരണം അവരുടെ ലോ അനുസരിച്ച് അതെല്ലാം കോൺഫിഡൻഷ്യലാണ്. ഇപ്പൊ നമ്മൾ സ്വിസ് ബാങ്കിൽ പോയിട്ട് നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്ക് എത്ര പേർക്ക് അക്കൗണ്ട് ഉണ്ടെന്ന് ചോദിച്ചാൽ പറയത്തില്ല. അത് തന്നെ സംഭവം ഇതേപോലെ പ്രവർത്തിക്കുന്നതാണ്. ഇവരുടെ ട്രാൻസാക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ബാങ്ക്, ഇവരെ കോൺടാക്ട് ചെയ്യുന്ന ബാങ്ക്, ലോക്കൽ ബാങ്ക്, പബ്ലിക് സെക്ടർ ബാങ്ക് ഉണ്ടാവും നാട്ടിൽ. ആ പബ്ലിക് സെക്ടർ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ ഏത് ട്രാൻസാക്ഷൻ എവിടെ നടന്നാലും, ഇപ്പൊ എനിക്കൊരു ഓഫ് ഷോർ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഓഫ് ഷോർ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു കോഡ് ഉണ്ടാവും, 4 അക്ക കോഡ്. ഈ അക്കൗണ്ട് ആരുടെയാണോ, അക്കൗണ്ട് പേരെന്താണ്, അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്താണ്, ഇതൊന്നും കൊടുക്കത്തില്ല. ജസ്റ്റ് ഒരു 4 അക്ക കോഡ്, അത് ആ പൈസ മേടിക്കുന്ന ആൾ മാത്രം ഈ പൈസ അയക്കുന്ന ആൾക്ക് തരുന്ന ഒരു കോഡാണ്. അപ്പൊ അതിനുവേണ്ടി ബാങ്കിൽ പോയിട്ട് ഓഫ് ഷോർ അക്കൗണ്ടിലേക്ക് കുറച്ച് ഫണ്ട് ഇടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ആ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഈ ഓഫ് ഷോർ അക്കൗണ്ടിലേക്കുള്ള ഗേറ്റ് വേ ഉള്ള ഒരു ബാങ്കിന്റെ പിന്നെ ഡീറ്റെയിൽ, അക്കൗണ്ട് നമ്പർ നമുക്ക് തരും. നമ്മൾ ആ ബാങ്കിലേക്കാണ് ഈ പൈസ അയച്ചു കൊടുക്കുന്നത്. ആ ബാങ്കിൽ ഈ കോഡ് അനുസരിച്ച് അവർ ആ ബാങ്ക് ഈ പൈസ ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് ലോകത്തെമ്പാടുള്ള ഈ ബ്ലാക്ക് മണി ട്രാൻസാക്ഷൻസ്, ഇല്ലീഗൽ മണി ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും ഈ ഒരു ഓഫ് ഷോറുമായിട്ട് ഡീൽ ചെയ്യാനുള്ള ചില ലൂപ്പ് ഹോൾസ് ലോയിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓഫ് ഷോർ ടു ഓഫ് ഷോർ മാത്രം നടക്കുന്ന ചില ട്രാൻസാക്ഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ ഇത് പബ്ലിക്കലി എടുത്തോണ്ട് വരണം. ഇത് ഈ പൈസ അങ്ങ് എയറിൽ അല്ലെങ്കിൽ സ്പേസിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഈ പൈസ ഈ ലാൻഡിൽ തന്നെ ഇവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പൊ ലീഗലി ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ഇവിടെ ജീവിക്കുമ്പോൾ ഇവിടെ സ്പെൻഡ് ചെയ്യണമല്ലോ, അത് അസറ്റായിട്ട് മാറ്റേണ്ടി വരും. അപ്പൊ അസറ്റായിട്ട് മാറ്റുന്ന സമയത്ത് എവിടെയാണ് നിങ്ങൾ ഒരു സ്ഥലം മേടിക്കണമെങ്കിൽ അത് ഭൂമിയിൽ തന്നെയല്ലേ മേടിക്കേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഈ പൈസ എപ്പോഴും ഈ ഒരു ബാങ്ക്, ഒരു പബ്ലിക് സെക്ടർ ബാങ്കുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാവും. അത് ത്രൂ തന്നെയാണ് ഈ പൈസ പോകുന്നത്. ഒരുപാട് രാജ്യങ്ങൾ ഈ ബ്ലാക്ക് മണി ലീഗലായിട്ട് തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ രാജ്യങ്ങൾ തന്നെ ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള രാജ്യങ്ങളുമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് 2 ഫേസ് ഉണ്ട്.
ഇത് ഞാൻ ഇപ്പോൾ എണ്ണി പറയുന്നില്ല, പല പല രാജ്യങ്ങൾക്കും അതുണ്ട് എന്നുള്ളതാണ്, പല ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങൾക്ക് വരെ അതുണ്ട്. ILFT എന്ന് പറഞ്ഞ കമ്പനി ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് കോൺട്രാക്ട് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ ഇറാനിയൻ ഓയിൽ കമ്പനിയുമായിട്ടാണ്. നാഷണൽ ഇറാനിയൻ ഓയിൽ കമ്പനി. നെതർലാൻഡിൽ ഇറാനിയന്റെ ഓണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഈ ഒരു കമ്പനി ഇന്റർനാഷണൽ ലോ ഫേം തഹീരി എന്ന് പറഞ്ഞ ഈ ഒരു കമ്പനി ഡീൽ ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഓയിലൊക്കെ എടുത്ത് ഇയാൾ വിൽക്കുന്നുണ്ട്. 60 ഷിപ്പുകളിലാണ്, 60 വെസൽസ്, 60 ടാങ്കർ വെസൽസ് ആണ് പുള്ളി ഈ ഒരു ലോ ഫാമിന്റെ കീഴിൽ 6 ഷെൽ കമ്പനികൾ സുറിനാം എന്ന് പറഞ്ഞ രാജ്യത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ സുറിനാം എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്, അത് ഞാൻ മാപ്പിൽ കാണിക്കാം. ഈ സുറിനാം ആ ഭാഗത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ രജിസ്റ്റർ ചെയ്ത കമ്പനി ഇവര് ഇറാനിയൻ ഓയിൽ കമ്പനിയിൽ നിന്നും ഈ ഓയിലുകൾ എടുത്ത് ഇല്ലീഗലിയാണ് ഇത് മൊത്തം ട്രേഡിങ് നടക്കുന്നത്. 2015 വരെ ഇവർ ഏതാണ്ട് $70 ബില്യൺ വർത്ത് ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2016 ട്രംപിന്റെ പിന്നെ അഡ്മിനിസ്ട്രേഷൻ വന്ന ഉടനെ ഒരു സാങ്ഷൻ കൊണ്ടുവരുകയുണ്ടായി. ആ സാങ്ഷനിൽ ഗ്രാജുവലി ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഓയിൽ ട്രേഡിംഗ് ഇറാൻ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പൊ ഇത് സർവൈലൻസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു അവസ്ഥയിൽ 2020 ഇറാന്റെ ഓയിൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $10 ബില്യൺ ആയിരുന്നു. 10 ബില്യൺ, അത് 70 ബില്യൺ ചെയ്തുകൊണ്ടിരുന്ന ഇറാൻ നേരെ കൂപ്പുകുത്തി $10 ബില്യൺ ചുരുങ്ങുകയാണ് ചെയ്തത്. പക്ഷേ 2023 അത് $40 ബില്യൺ ആയിട്ട് ഉയർന്നിട്ടുണ്ട്. ഇത് ആരുടെ കഴിവുകേടാണ്? ഇത് ശരിക്കും ബൈഡൻ അഡ്മിനിസ്ട്രേഷൻ, ഒബാമ ടീമുകളുടെ കഴിവുകേടാണ്. ഇല്ലെങ്കിൽ അവർ മനഃപൂർവ്വം ഇത് അനുവദിച്ചു കൊടുത്തു എന്ന് തന്നെ നമുക്ക് വിചാരിക്കേണ്ടി വരും. ആ ഫണ്ട് മൊത്തം അവർ ഒഴുക്കിയത് ഈ ഹിസ്ബുള്ളയ്ക്ക് വേണ്ടിയിട്ടാണെന്നുള്ളതാണ് കണ്ടെത്തൽ. ഈ ഫണ്ട് ഹിസ്ബുള്ളയ്ക്കും പാർഷ്യലി ഹമാസിനും വേണ്ടിയിട്ടാണ്, ഇസ്രയേലിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മൊത്തത്തിൽ ഒഴുക്കിയതായിട്ടാണ് കണ്ടെത്തൽ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ ഞാനൊരു ഡോക്യുമെന്റ്, ഹമാസിന്റെ ഒരു ഡോക്യുമെന്റ് ഇസ്രയേലിന്റെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാനുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്ത് വരും. ഈ ഒരു ഡോക്യുമെന്റ് ഇസ്രയേൽ ഗവൺമെന്റ് ശരിക്കും USA ഇന്റലിജൻസിന് കൈമാറിയിട്ടുണ്ട്. അവരിതനുസരിച്ചുള്ള നല്ല രീതിയിലുള്ള റിസർച്ച് ചെയ്ത് പല പല വിഷയങ്ങൾ ഇനി കുത്തിപ്പൊക്കി വെളിയിലെടുത്ത് ഇടാൻ പോകുന്നേ ഉള്ളൂ. ഇറാന്റെ പ്രഷർ സ്റ്റാർട്ടായി കഴിഞ്ഞു. ഇപ്പൊ ഈ കമ്പനി ഇന്ന് മുതൽ ബാൻ ആണ്. ഇത് ഓൾറെഡി റെസ്ട്രിക്റ്റഡ് ആണ്. ഇനി ട്രാൻസാക്ഷൻസ് നടക്കത്തില്ല ഈ കമ്പനിക്ക്. ഇനിയിപ്പോൾ അവർ വേറെ എന്തെങ്കിലും മാർഗം നോക്കണം. ഇനിയിപ്പോൾ ഇവർ ഈ 6 കമ്പനിയും കൂടെ ചേർത്തുകൊണ്ട് ഇനി വേറെ എവിടെയെങ്കിലും പോകേണ്ടി വരും. അതാണ് അവസ്ഥ. ഇല്ലെങ്കിൽ അവരുടെ സ്മഗ്ലിംഗ് ഇപ്പൊ ഇനിയിപ്പോൾ കൺട്രോൾ ചെയ്യുന്ന ഒരു അവസ്ഥയാണ്. ഇപ്പൊ ഇങ്ങനെ ഒരു കമ്പനിക്ക് ഇപ്പൊ ഇത് ബാൻ, ഇതിപ്പോ ഒരു താക്കോലാണ്. ഈ ഒരു താക്കോൽ കിട്ടിയ സ്ഥിതിക്ക് ഇനി US ഫർദർ ആയിട്ട് എത്ര കമ്പനികളുണ്ട് ഇതിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി ഇരിക്കുകയാണ്. ഇനിയുള്ള ഇറാന്റെ ചുറ്റിപ്പറ്റിയുള്ള ബാക്കിയുള്ള ഇതുപോലെയുള്ള എക്കണോമിക്കലി പ്രഷർ, ഇതാണ് മാക്സിമം പ്രഷർ. ന്യൂക്ലിയറിന്റെ കാര്യത്തിൽ മാക്സിമം പ്രഷർ വന്നു കഴിഞ്ഞു. ന്യൂക്ലിയർ പൊട്ടിച്ച് കൈ കൊടുത്തു ബെഞ്ചമിൻ നെതന്യാഹു. ഇനിയിപ്പോൾ അടുത്തത് ഓയിലിന്റെ സെല്ലിംഗിൽ ഇപ്പോൾ അടുത്ത പ്രഷർ വരുന്നുണ്ട്. ഓയിൽ വിൽപ്പനയിൽ അടുത്ത പ്രഷർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി ഇംപ്ലിമെന്റ് ആയി കഴിഞ്ഞു. ഇതേപോലെ ഇനി സാങ്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇനി ഇറാൻ ശരിക്കും പറഞ്ഞാൽ അവരുടെ സ്റ്റേറ്റ്മെന്റ് ഡെയിലി മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വാർ നിർത്തിയിട്ട് പോകുന്ന അവസ്ഥ, അതായത് വിത്തൗട്ട് എനി അനൗൺസ്മെന്റ്, ഒരു അനൗൺസ്മെന്റ് കൊടുക്കാതെ ഇറാൻ വാർ നിർത്തുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. You well know I've never been willing to use the term West Bank. There is no such thing. I speak of Judea and Samaria. I tell people there is no occupation. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.